നമ്മൾ മാറാൻ തയ്യാറാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ എത്ര മറ്റുള്ളവർ നമ്മളെ മാറ്റാൻ ശ്രമിച്ചാലും നമ്മൾ മാറില്ല. നമ്മളാണ് ആദ്യം മാറേണ്ടത്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും എപ്പോൾ നമ്മൾ മാറ്റണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്നാണ് ഒരു തീർവ് കിട്ടേണ്ടതെന്നുള്ള ആത്മാർത്ഥമായ ഒരു തേടൽ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിനുള്ള വഴികളെല്ലാം പ്രപഞ്ചം നമ്മുടെ മുന്നിലെത്തിക്കും. ഓക്കെ കൂട്ടുകാരെ, വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ഹായ് കൂട്ടുകാരെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഹോസ്പിറ്റലിൽ കേട്ടോ. ഹോസ്പിറ്റലിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ മോള് സുഖമില്ല, ടൈഫോയിഡ് പനി. അപ്പോൾ ഇന്ന് 2-3 ദിവസത്തെ പനിയായിരുന്നു അവൾക്ക്. അപ്പോൾ ഇന്നലെ രാത്രിയിലൊക്കെ കുറച്ച് പനി കൂടുതലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൾക്ക് ടൈഫോയിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. 2 ദിവസത്തേക്ക് കിടക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ സീമാജിക്കും പത്രിജിക്കും സുഭാഷിക്ക് എല്ലാവർക്കും എല്ലാ ദിവ്യാത്മ സ്വരൂപർക്കും നന്ദി പറയുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ സീമാജിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് അസുഖം വന്നാലും അതിനെല്ലാം നമ്മുടെ ഓരോ കർമ്മങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. എന്ത് കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാലും അതിനെല്ലാം വന്ന് നമ്മൾ ഒരു നന്ദി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഞാൻ കുറച്ച് ഇടയായിട്ടേ ഉള്ളൂ ഞാൻ സീമാജിയുടെ വീഡിയോകളൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കൊറോണ ഒക്കെ വന്നതിന് ശേഷം ഭയങ്കര ശരീരത്തിന് ക്ഷീണങ്ങളായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ ഈ കോളേജ് തുറന്നപ്പോൾ മോളിപ്പം കോളേജിലാണ് പഠിക്കുന്നത്, കോയമ്പത്തൂർ PSG കോളേജിൽ. അപ്പോൾ അവൾക്ക് രാവിലെ 6 മണിക്ക് അവൾക്ക് ബസ് കയറണം. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡായിരുന്നു രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ എന്താ ഇനി മോള് കോളേജിലൊക്കെ പോയി തുടങ്ങുമ്പോൾ അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ്. രമേശേട്ടനും ഈ നൈറ്റ് ജോലിയൊക്കെ ഉള്ളപ്പോൾ ലേറ്റായി വരുമ്പം പുള്ളിക്കാരൻ വെളുപ്പിനെ ഒന്നും എഴുന്നേൽക്കാനുള്ള പറ്റാറില്ല. അപ്പോൾ ഇങ്ങനെയാണൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയിലാണ് ഞാൻ സീമാജിയുടെ വീഡിയോ കാണാൻ ഇടയാകുന്നത്. അപ്പോൾ അതിൽ പോയി നോക്കുമ്പം ഒരുപാട് അമൂല്യ രത്നങ്ങൾ ആ വീഡിയോ മൊത്തം എന്ന് വേണം പറയാനാണ്. നമ്മുടെ ജീവിതത്തിനെ മൊത്തത്തിൽ മടിയോടെ നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ഇത്ര നാൾ നമ്മൾ കൊണ്ടു നടന്ന ആ ഒരു വിശ്വാസങ്ങളെയൊക്കെ ആ ഒരു ചുറ്റുവട്ടങ്ങളെയൊക്കെ മാറ്റിമറിക്കുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് സീമാജിയുടെ ഓരോ വീഡിയോകളും കേട്ടോ. അപ്പം സീമാജിയുടെ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പം ഞാൻ ഇത്ര നാളും ഞാൻ തേടി നടന്നത് ഇതിന് വേണ്ടിയിട്ടായിരുന്നോ എന്നെനിക്ക് തോന്നി. പെട്ടെന്നാണ് എൻ്റെ മനസ്സിനകത്ത് ഒരു പുത്തുണർച്ച വന്നത് കേട്ടോ. ഞാൻ സീമാജിയുടെ സീമാജിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഞാൻ അത്രയ്ക്ക് കടമപ്പെട്ടിരിക്കുകയാണ് ശ്രീമാജിയോട്. എത്ര പേരിലേക്ക് ഇനി ശ്രീമാജിയുടെ മഹത്വങ്ങളെ എത്തിച്ചേരണമെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാനത് ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം സീമാജി പറയുന്നുണ്ട്, അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അമൃത തുല്യമായിട്ട് വേണം അതിനെ കണക്കാക്കി ഭക്ഷണം പാകം ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റേ അങ്ങനെയുണ്ട്, ശരീരത്തിന് അസ്വസ്ഥത കൊണ്ട് അടുക്കളയിലോട്ട് കയറി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മനസ്സിനകത്ത് നിറയെ കാട് കയറി ചിന്തയോടുകൂടിയൊക്കെ ആയിരുന്നു ഞാനിങ്ങനെ ഭക്ഷണം പാകം ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈ ഭക്ഷണമല്ലേ ഹസ്ബൻഡും മോളും കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് എത്രമാത്രം അവർക്ക് സ്വഭാവത്തിൽ ഒരു ക്ലിയർ കിട്ടുമെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് സീമാജിയുടെ വീഡിയോ കണ്ടതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൽ പിന്നീട് ഞാനെല്ലാം ഒരു ധ്യാനം പോലെ, അതായത് സീമാജിയുടെ ധ്യാനത്തിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ലെങ്കിലും ആ വീഡിയോസ് ഞാൻ പ്ലേ ചെയ്ത് ഇട്ടുകൊണ്ടാണ് ഞാൻ പാചകം ചെയ്യുന്നത്. ആ പാചകം ചെയ്യുമ്പം മൊത്തം കോൺസെൻട്രേഷൻ ഞാൻ വന്ന് ആ ഒരു പ്രവൃത്തിയിലാണ് ഞാനത് ചെലുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എൻ്റെ അതായത് മോൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും ഒരു നല്ലൊരു മാറ്റം അത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും സീമാജിയുടെ വീഡിയോസ് എല്ലാം പോയി കാണണം, കേൾക്കണം. പിന്നെ ക്ഷമാപണ ധ്യാനത്തിൽ സീമാജി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം നമ്മൾ ക്ഷമ ചോദിക്കണം. നമ്മളിപ്പോൾ എന്താ കറണ്ട് ലൈഫിൽ എന്തിനാണ് നമ്മൾ ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ക്ഷമ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി, എനിക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ കർമ്മഫലത്തിനോ കൊണ്ട് ഞാൻ വരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ട് കഴിഞ്ഞപ്പോൾ.
പക്ഷേ നമ്മളത് കേട്ടത് കൊണ്ട് മാത്രം ഒരാളുടെ ജീവിതം മാറണമെന്നില്ല കൂട്ടുകാർ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളുമായിട്ട് ഒത്തു നോക്കുമ്പോൾ അത് ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയാണ് നമ്മുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കണം, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് വെളിയിൽ വരാൻ പറ്റത്തുള്ളൂ. അതാണ് സത്യമായ ഒരു കാര്യം. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ മോളിപ്പോൾ സുഖമില്ലാതെ ഇങ്ങനെ ആശുപത്രിയിൽ വന്നു. അപ്പോൾ ഞാൻ ഈ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഈ സമയങ്ങളിൽ അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ എനിക്കൊരു തെറ്റ് വന്നു കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോൾ ഈ ഒരു ചിലവ് വന്നത്. അപ്പോൾ അത് ഞാൻ സന്തോഷമായിട്ട് ഞാനതിനെ അപ്പോൾ ഞാനിപ്പോൾ ക്ഷമാപണം ധ്യാനത്തിൽ ക്ഷമാപണം പറയുമ്പോൾ എനിക്ക് ആ ഒരു ഭാഗത്തോടുള്ള ആ ഒരു ഫൈനാൻഷ്യൽ ബ്ലോക്ക് എനിക്കത് മാറ്റി തരാനാണ് ഈ പ്രപഞ്ചം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വന്നിരിക്കാൻ കാരണം. അത് ഞാൻ സ്വയം മനസ്സിലാക്കി ഞാനത് അംഗീകരിച്ച് സന്തോഷപൂർവ്വം ഞാൻ ആ പണം ചെലവഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു കർമ്മ അവിടെ എനിക്ക് തീർന്നു പോവുകയാണെന്ന് എനിക്ക് സ്വയം ഞാൻ ഉൾക്കൊള്ളുന്നത്. ആ ഉൾക്കൊള്ളൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ തീർത്തൊക്കെ നമുക്ക് വെളി വരാൻ പറ്റുള്ളൂ. സീമാജിയുടെ വീഡിയോ കാണുന്നത് കൊണ്ട് മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ കൂടാണ് നമ്മൾക്കതിൽ നിന്ന് വീണ്ടും വരാൻ പറ്റുന്നത്. അതുകൂടെ ഒന്ന് മനസ്സിലാക്കിക്കോ എല്ലാവരും. സീമാജിയുടെ വീഡിയോ കാണുന്നതിന് കുറച്ച് നാൾ മുമ്പ്, അതായത് ഒരു മാസമായിട്ടുണ്ട് ഞാൻ സീമാജിയുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിലാണെന്ന്. അപ്പോൾ ഇവിടെ ഈ ജ്യോത്സ്യക്കാരങ്ങളുടെ എല്ലാ ജ്യോത്സ്യരും ഒരുപോണെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനകത്ത് എൻ്റെ നക്ഷത്രത്തിന്, അതായത് എൻ്റെ മകൻ നക്ഷത്രം, അപ്പോൾ ഈ ചിങ്ങരാശിയല്ലേ, അപ്പോൾ ഈ ചിങ്ങരാശിയിൽ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരും. അതോടുകൂടി അവരുടെ ജീവിതം മൊത്തം മാറും എന്ന് എവിടെ നോക്കി ഏതൊരു വീഡിയോ എടുത്താലും ആ ഒരു വീഡിയോ ആണ് വന്നുകൊണ്ടേയിരുന്ന ആ സമയത്തൊക്കെ എനിക്ക് ചിങ്ങരാശിക്ക് മകനക്ഷത്രത്തിൽ ഒരാൾ ജീവിതത്തിലേക്ക് കടന്നു വരും, അതോടുകൂടി അവരുടെ ജീവിതം മാറും. ഇങ്ങനെയൊക്കെയായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഞാൻ അത് ചെയ്തത് ആര് വരാൻ എൻ്റെ ജീവിതത്തിലേക്ക്? ഇനിയും ആൾറെഡി എനിക്കൊരു ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ ഇനി ഉടനെ അടുത്ത ആരിനി എൻ്റെ ജീവിതത്തിലേക്ക് പ്രത്യേകിച്ച് ഇനി കടന്നു വരാനാണ് എൻ്റെ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ ആ ഒരു സമയത്താണ് എനിക്ക് സീമാജിയുടെ വീഡിയോ എൻ്റെ കണ്ണിൽ പെടുന്നതും ഇങ്ങനെ എനിക്ക് മനസ്സിലൊരു മാറ്റങ്ങളുണ്ടാകുന്നതും ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് പറഞ്ഞത് സത്യമാണെന്ന്. അത് എല്ലാ കാര്യങ്ങളും ജ്യോത്സ്യകാര്യങ്ങൾ പറയുന്നത് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അംഗീകരിക്കേണ്ട കാര്യങ്ങളാണ് ജ്യോതിഷക്കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ അനുഭവം വന്നപ്പോൾ എനിക്ക് ഒത്തിരി വിശ്വാസമായി കേട്ടോ. എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് വിശ്വാസമില്ല. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ സീമാജിയുടെ വീഡിയോ കാണുന്നതിന് കുറച്ച് ദിവസം മുമ്പേ അത് ഞാൻ ഡേറ്റ് കൂടെ എടുത്തിട്ട് ഞാൻ സ്നാപ്ചാറ്റിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ വെളിയിൽ നിൽക്കുമ്പോൾ ആകാശത്ത് ഡബിൾ ലെയറിലെ ഒരു മഴവില്ല്, അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനത് കൂടെ ചേർക്കുന്നുണ്ട്, കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തെ എപ്പോഴും നോട്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രപഞ്ചം നമുക്ക് ചോദിക്കുന്ന നമ്മുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും എല്ലാം സൊല്യൂഷൻ അപ്പോൾ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കൊടുത്തുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ അത് നമ്മളാണ് തിരിച്ചറിയാത്തത്. ആ തിരിച്ചറിയണമെങ്കിൽ ഇതേപോലെയുള്ള സീമാജി പോലുള്ളവരുടെ വീഡിയോ മൂലം നമുക്ക് കിട്ടുന്ന അറിവുകൾ വേണം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഞാൻ എടുത്ത വീഡിയോ ഒരു മാസം മുമ്പേ. അപ്പോൾ ഈ ഒരു കാഴ്ച എനിക്ക്, അതായത് അങ്ങനെ എനിക്ക് വീഡിയോസിലെല്ലാം ഇതേമാതിരി എൻ്റെ നാളിന് ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വരും എന്ന് പറഞ്ഞതും അതിന് സിംറ്റം എനിക്ക് ആകാശത്ത് കാണിച്ചതും, അപ്പോൾ എനിക്കിതിനെ ഞാൻ രണ്ട് കണക്റ്റാക്കി നോക്കിയിട്ടില്ല. പക്ഷേ സീമാജിയുടെ വീഡിയോ കാണുകയും അതിനകത്ത് പോയി അതിനകത്ത് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് പ്രപഞ്ചവും ഈ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളും അതെപ്പോഴും ലിങ്കാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പ്രപഞ്ചമാണ് എന്നെ സീമാജിയിലേക്ക് എത്തിച്ചത്, അല്ലാതെ വേറൊരു ശക്തിയുമല്ല. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ വിഷയങ്ങൾ അതിനെപ്പറ്റിയെല്ലാം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. നിങ്ങൾ എന്ത് വിഷയങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾ നേരിടുന്ന കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണം, അതിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതിനെ പറ്റിയെല്ലാം ഒരു ക്ലാരിഫിക്കേഷനിൽ നിന്ന് വരണം. അത് വന്നു കഴിയുമ്പം നിങ്ങൾക്ക് എവിടെ ഒരു പരിഹാരത്തിന് പോകേണ്ട, ആവശ്യമില്ലാത്ത ചിന്തകൾ വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു തീർവ് സീമാജിയുടെ വീഡിയോ നിങ്ങൾക്ക് തരും. പക്ഷേ നിങ്ങൾ
നിങ്ങളിൽ മാറ്റം നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ മാറാൻ തയ്യാറാവണം. നിങ്ങൾ മാറാൻ തയ്യാറായെങ്കിൽ മാത്രമേ നിങ്ങളിൽ മാറ്റം സംഭവിക്കുകയുള്ളൂ. അതിന് സീമാജി വിചാരിച്ചാലും ആര് വിചാരിച്ചാലും നിങ്ങൾ എപ്പോൾ മാറാൻ ശ്രമിക്കുന്നു അപ്പോൾ സീമാജി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉൾക്കൊള്ളും, അത് അംഗീകരിക്കും, സീമാജിയുടെ പാതയിൽ പോകും. അപ്പോൾ അതുവഴി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ വെളിയിൽ വരും. കൂട്ടുകാരെ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ നോക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം തേടി നമ്മളൊരു പരിഹാരം ചെയ്യുമ്പോഴും അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമാണ് നമുക്കവിടെ തീർന്നു കിട്ടുന്നത്. അതിൻ്റെ പിന്നാടി വരുന്ന പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷനാണ് VMC മലയാളം മെഡിറ്റേഷൻ ചാനലിലുള്ള സീമാജിയുടെ ഓരോ സ്പീച്ചുകളും. അതുകൊണ്ട് എല്ലാവരും അത് പോയി കേൾക്കുക, എല്ലാവരും അറിവുള്ളവരാകുക. അതുപോലെ കൂട്ടുകാരെ, സീമാജിയുടെ വീഡിയോ എന്നിലേക്ക് വരുന്നതിന് മുമ്പേ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലത് വന്നാലും ചീത്തയായിട്ടൊരു കാര്യം വന്നാലും അതിനെല്ലാം പ്രപഞ്ചം നമുക്ക് ഓരോ സിംറ്റം കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്കൊന്നും മനസ്സിലാകാൻ പറ്റാതെ പോകുന്നത്. ഇതേപോലെ ഞാൻ സീമാജിയുടെ വീഡിയോ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു ദിവസം, അതായത് രാവിലെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ വീട്ടിലെ ഈ ഒരു തത്തമ്മ വരുന്നത്. അതിങ്ങനെ വരാറേ ഇല്ല. ഈ ഭാഗത്തൊന്നും ഇങ്ങനെയുള്ളൊരു തത്തമ്മ വരാനുള്ള ഒരു ചാൻസും ഇല്ല. അത് നമ്മുടെ വീട് ടൗണിനകത്താണ്. ഇതിങ്ങനെ വന്നിട്ടേ ഇല്ല. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം, അതും ഒരു വ്യാഴാഴ്ച ദിവസം രാവിലെ 6 മണിക്കും 7 മണിക്കും അകത്തായിട്ട് നമ്മുടെ വീട്ടിലിത് വന്നു. അതിനുശേഷം നടന്ന സംഭവമാണ് എനിക്ക് അതിശയമാകുന്നത്. അത് അന്ന് തന്നെ വൈകുന്നേരം നമുക്ക് ആകാശത്ത് ഇതേമാതിരി 2 ലെയറിലുള്ള ഒരു മഴവില്ലിനെ കാണാൻ പറ്റി. അപ്പോൾ എനിക്കിതറിയാം, പ്രപഞ്ചത്തിൻ്റെ ഒരു നല്ല സിംറ്റമാണ് ഈ മഴവില്ലെന്ന് എനിക്കറിയാം, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാവിലെ പച്ചക്കിളി ഇതേമാതിരി വന്നു, വൈകുന്നേരം എനിക്ക് ഇതേമാതിരി ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. അപ്പം അതൊക്കെ ശരിയായിരിക്കും, നമുക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു വിശ്വാസം, എനിക്ക് ശുഭാപ്തി വിശ്വാസം വന്നു, ഒരു കോൺഫിഡൻറ്റ്. അതിനുശേഷമാണ് എനിക്ക് സീമാജിയുടെ വീഡിയോ ഞാൻ കാണുകയും അതിലേക്ക് പോവുകയും എൻ്റെ മൂഢവിശ്വാസങ്ങളെ ഞാൻ വലിച്ചു തൂക്കി എറിയുകയും നല്ല ഒരു പോസിറ്റീവ് വൈബിലേക്ക് എന്നെ ഞാൻ എത്തിക്കുമായിരുന്നു പ്രപഞ്ചമെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കൂട്ടുകാരെ, പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവനുകളെയും നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, പ്രപഞ്ചത്തെ നമ്മൾ സേവ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രപഞ്ചം നമ്മളെ സംരക്ഷിക്കും. നമ്മൾക്ക് എന്തോ ഒരു കഷ്ടം വന്നാലും പ്രയാസം വന്നാലും അതിൽ നിന്നെല്ലാം നമ്മൾക്ക് വീണ്ടും വരാനുള്ള ഒരു സോഴ്സ് വന്ന് പ്രപഞ്ചം നമ്മൾക്ക് കാട്ടിക്കൊടുക്കും. അതെല്ലാവർക്കും കിട്ടും. അത് നിങ്ങൾ ശ്രമിക്കുക. അത് ആ മാറ്റം നിങ്ങളിലാണ് വരേണ്ടത്. ആ മാറ്റം നിങ്ങളിൽ വരുമ്പം അത് നിങ്ങളിലേക്ക് തേടി വരുന്ന നല്ല വിഷയങ്ങളെ നിങ്ങളാണ് അത് ഒബ്സർവ് ചെയ്ത് അതിനെ അംഗീകരിക്കേണ്ടത്. ആ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്. അല്ലാതെ വെറുതെ അത് കണ്ടു കേട്ടു പോയി അന്ന് വരുമ്പോൾ അതിനകത്ത് അതിലേക്ക് ഉള്ളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല വിഷയങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിനെ ചൂസ് ചെയ്യണം. നിങ്ങളത് ചൂസ് ചെയ്ത് നിങ്ങളതിനെ ജീവിതത്തിലേക്ക് പകർത്തണം. ആ പകർത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും സീമാജിയെ ഫോളോ ചെയ്യുക. എല്ലാവരുടെ ജീവിതവും രക്ഷപ്പെടട്ടെ.